ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. രാവിലെ കാപ്പി ഉണ്ടാക്കി എല്ലാം കഴിപ്പിച്ച് കുടിപ്പിച്ച് കുട്ടികളെ സ്കൂളിൽ വിട്ടിട്ട് തോട്ടി പോയിട്ട് ഒരു ലോഡ് തുണി അലക്കാനുണ്ട്. അതൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ. അലക്കി കുളിച്ച് വരണം. ഉണക്ക് കപ്പയും മീൻ വറുത്തതും മാങ്ങ ചമ്മന്തി തൈരുമാണ് രാവിലെ. ഇതൊക്കെ രാവിലെ കുട്ടികൾക്ക് കൊടുത്തു. രാവിലെ അവർക്ക് സ്കൂളിൽ പോകാനായിട്ടുള്ള സമയമായി. അങ്ങനെ കുട്ടികൾ സ്കൂളിൽ പോകാനായിട്ട് ഇറങ്ങി. രണ്ടാളും പോവാണേ. ഇനി ഇതെല്ലാം കഴിഞ്ഞ് കുറച്ച് പണിയെല്ലാം ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു ലോഡ് തുണിയായിട്ട് തോട്ടി പോകണം അലക്കാനായിട്ട്. ടാറ്റായൊക്കെ തന്നതാ അവർ പോന്നു. തോട്ടി പോകുന്ന കാര്യം രണ്ടിനോടും പറഞ്ഞിട്ടില്ല. ശനിയല്ല ഞായറേ പോകാവുള്ളൂ എന്ന് പറയുന്നത്. രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് തോട്ടിപ്പോക്ക്. വീട്ടിലെ കുറേ പണികളുണ്ട്, അതെല്ലാം തീർത്തിട്ട് വേണം ഇറങ്ങാൻ. അവരെ വിട്ട് കഴിഞ്ഞാൽ എൻ്റെ ആദ്യത്തെ പണികൾ ഇതൊക്കെയാണ്. വേറെ ഒരു കൂട് മേടിച്ച് ഇവരെ രണ്ടുപേരെ ചെറിയ കൂട്ടിലോട്ടാക്കണം. ഈ കൂട്ടിൽ നിന്ന് എൻ്റെ 2 കിളിയും പോയത്. അതുകൊണ്ട് എന്തോ എനിക്ക് ഇതിൻ്റെ അകത്തിടാൻ ഭയങ്കര ഒരു മടി. ഒരു ചെറിയ കൂട് മേടിച്ച് രണ്ടുപേരെ അതിൻ്റെ അകത്താക്കണം. കളിപ്പെണ്ണേ തേങ്ങാപ്രാന്തൻ എവിടെ തേങ്ങ കിട്ടിയാലും എടുത്തുകൊണ്ട് വരും. എന്നിട്ട് കടിച്ച് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ അവൻ പൊതിച്ച് റെഡിയാക്കി ഇട്ടേക്കും. എന്നിട്ട് അതും തട്ടിക്കൊണ്ട് നടന്ന് കളിക്കും അവന്. അത് ആരെടുത്താലും അവൻ അത് തിരിച്ച് വേണം താനും. ഞാൻ കൊണ്ടുപോകുന്നില്ല. അച്ചു ഞാൻ തരാമെന്ന്. നിന്റെ തേങ്ങയാ തരാം. അത് കറിയാൻ പോവാ. അച്ഛൻ്റെ തേങ്ങ വേണ്ടേ? താഴെ വീണ് കിട്ടിയത് അവൻ കൊണ്ടുവെക്കാൻ പോയത് കണ്ടോ അപ്പോഴേ. അപ്പം നമുക്കിനി ഇവരുടെ കൂടിൻ്റെ അകം ഒന്ന് കഴുകാവേ. എന്നിട്ട് കുറച്ച് തീറ്റയും വെള്ളമൊക്കെ വെച്ച് കൊടുക്കട്ടെ. കുറച്ച് പേര് മുട്ടയൊക്കെ ഇട്ട് ഇങ്ങനെ ഇരിക്കുക. നോക്കി എത്തി നോക്കുന്ന ചിലതിൻ്റെ അകത്ത് കുഞ്ഞുങ്ങളുണ്ട്. ഇങ്ങനെ എത്തി നോക്കുന്നത് കണ്ടോ. തിനയെല്ലാം കൊത്തി തിന്നിട്ട് കുറേ അതിൻ്റെ അകത്ത് തൊണ്ടെല്ലാം ആയിട്ടുണ്ട്. അതെല്ലാം ഒന്ന് പേറ്റി ഊതിയെല്ലാം എടുത്തിട്ട് കുറച്ച് തീറ്റയും കൂടെ അതിൻ്റെ അകത്ത് ഇട്ട് വെക്കണം. അങ്ങനെ നമ്മൾ തോട്ടിലെത്തി ഗായ്സ്. എക്സാം ആയതുകൊണ്ട് ചെറുത് നേരത്തെ വന്നു. എന്ത് ഇഷ്ടമാണെന്നറിയാം ബസ് ഇവിടെ നിർത്തി ഇറക്കിയപ്പോഴത്തേന് തോട്ടി ചാടാനുള്ള സന്തോഷം. അവന് തൽക്കാലം ഒന്ന് പിടിച്ചു നിൽക്കാനുള്ളതൊക്കെ കഴിക്കാൻ കൊടുത്ത് ഇനി ബാക്കി അലക്കട്ടെ. ഒരുപാട് തുണിയുണ്ട്. എല്ലാം കൊള്ളാം, അലക്കും കൊള്ളാം, കൊണ്ട് വിരിച്ചിടാനും ഒക്കെ പറ്റും. അത് കഴിഞ്ഞുണ്ടല്ലോ എനിക്ക് ഏറ്റവും മടിയുള്ള കാര്യം എന്താ പറയുക, തിരിച്ച് ഉണങ്ങിക്കഴിഞ്ഞ് തുണി എടുക്കലും മടക്കി കൊണ്ട് വെക്കലുമാണ്. തുണി എങ്ങനെയും ആയെന്ന് എടുത്തിട്ട് കൊണ്ട് മടക്കി വെക്കാൻ എന്നാ മടിയാണെന്നറിയാവോ. തുണി പിഴിഞ്ഞെടുക്കുമ്പോഴത്തേന് ഇതാ ബക്കറ്റ് ആടി എൻ്റെ അടുക്ക വന്നിട്ടുണ്ട്. എളുപ്പം ഉണ്ടായിരുന്നേ.
ഇനി നമുക്കങ്ങനെ നമ്മുടെ കാലൊന്ന് പെഡിക്യൂർ ചെയ്യാവേ. അങ്ങനെ നമ്മുടെ പെഡിക്യൂർ കഴിഞ്ഞു ഗൈസ്. ഒരു ലോഡ് തുണി എന്ന് പറഞ്ഞിട്ട് ആകെ 2 ബക്കറ്റാണോ എന്ന് വിചാരിക്കും അല്ലേ. കുറേ അലക്കി മണ്ടേ കൊണ്ട് വെച്ചിട്ട് ലാസ്റ്റ് ഭാഗവും കൊണ്ട് പോവാണ്. അങ്ങനെ നമ്മുടെ അലക്കും കുളിയെല്ലാം കഴിഞ്ഞ് കുറേ മീനും ചത്ത് പൊങ്ങിയെന്നാ തോന്നുന്നത് ഗൈസ്. അങ്ങനെ ഇന്നത്തെ കലാപരിപാടികൾ തോട്ടിലേക്ക് കഴിഞ്ഞിരിക്കുകയാണ്.